ഹലോ ഗൈസ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ രണ്ട് എയർ ഡ്രോപ്പാണ് പറയാൻ പോകുന്നത്. രണ്ട് എയർ ഡ്രോപ്പ് എന്ന് പറയുമ്പം രണ്ടും വിത്തൗട്ട് ഇൻവെസ്റ്റ്മെൻറ്റ് വിത്തൗട്ട് റെഫറിൽ നമുക്ക് വർക്ക് ചെയ്യാൻ പറ്റും. ഓക്കെ, നിങ്ങൾ ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല, റെഫർ ചെയ്യേണ്ട ആവശ്യമില്ല. നിങ്ങൾക്ക് ഒരു ഡീസൻറ്റ് പ്രോഫിറ്റ് എക്സ്പെക്റ്റ് ചെയ്യാം. ഒരു $20 മുതൽ ഒരു $500 വരെയൊക്കെ നിങ്ങൾക്ക് പ്രോഫിറ്റ് എക്സ്പെക്റ്റ് ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പോൾ എങ്ങനെ ഈ എയർ ഡ്രോപ്പിൽ വർക്ക് ചെയ്യണം, എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യണം ഈ വീഡിയോയിൽ കൃത്യമായിട്ട് പറയുന്നുണ്ട്. വീഡിയോ ഫുള്ളായിട്ട് കാണാൻ നോക്കാം. നിങ്ങൾ പുതിയ യൂസറാണ് എങ്കിൽ നമ്മുടെ ടെലഗ്രാം ചാനൽ ജോയിൻ ചെയ്യുക. ടെലഗ്രാം ചാനലായിരിക്കും നമ്മൾ ഏതൊരു ഓഫർ വന്നാലും ആദ്യം ഷെയർ ചെയ്യുക ടെലഗ്രാമിലാണ്. ഓക്കെ, അത് വീഡിയോ ഒക്കെ ചെയ്യുമ്പോഴത്തേക്ക് ചിലപ്പോൾ ഒരു ഓഫർ എൻഡ് ആയിട്ടുണ്ടാവും. അപ്പോൾ പറ്റുമെങ്കിൽ നിങ്ങൾക്ക് ടെലഗ്രാം ഉണ്ടെങ്കിൽ ടെലഗ്രാം ചാനൽ ജോയിൻ ചെയ്ത് ആക്റ്റീവായിട്ടിരിക്കാൻ നോക്കുക. എല്ലാ അപ്ഡേറ്റും ടെലഗ്രാം ചാനൽ കിട്ടും. ഓക്കെ, പിന്നെ ഒരു കാര്യം പറയാനുള്ളത്, ഇപ്പോൾ കുറേ പേര് പറയുന്നുണ്ട് ഈ എയർ ഡ്രോപ്പിൽ റെഫർ ചെയ്താൽ മാത്രമല്ല കൂടുതൽ എമൗണ്ട് വിൻ ചെയ്യാൻ പറ്റുള്ളൂ എന്ന്. അതൊരു സംഭവമാണ്. പക്ഷേ റെഫർ ചെയ്താൽ കൂടെ നിങ്ങൾക്ക് കൺസിസ്റ്റൻസി ഇല്ലെങ്കിൽ നിങ്ങൾക്ക് ഒരു എയർ ഡ്രോപ്പും കിട്ടില്ല. അതായത് ഇപ്പോൾ എല്ലാ എയർ ഡ്രോപ്പ് എയർ ഡ്രോപ്പ് തരുന്ന പ്രൊജക്റ്റ് നോക്കുന്നത് നമ്മൾ എത്രത്തോളം അവരെ പ്രൊജക്റ്റിൽ കണ്ടിന്യൂസ് ആയിട്ട് ആക്റ്റീവ് ആണെന്നാണ്. ഓക്കെ, ഇപ്പോൾ നമ്മളൊരു 3-4 ദിവസം അടുപ്പിച്ചിട്ട് ഒരു പ്രൊജക്റ്റിൽ എന്താ പറയുക, അവരെ ചിലതിൽ ചെക്കിംഗ് ഉണ്ടാവും, അല്ലെങ്കിൽ മറ്റ് ചില ടാസ്ക് ഉണ്ടാവും. ഇതൊക്കെ ചെയ്യാണ്ട് നമ്മൾ സ്കിപ്പ് ചെയ്യുകയാണെങ്കിൽ നമ്മൾ എയർ ഡ്രോപ്പ് എലിജിബിലിറ്റി ചെക്ക് ചെയ്യുമ്പോൾ നമ്മൾ ഇന്നെലിജിബിൾ ആയിരിക്കും. ഓക്കെ, അപ്പോൾ അത് അവോയ്ഡ് ചെയ്യാൻ വേണ്ടി നിങ്ങൾ ചെയ്യേണ്ട കാര്യം, ഒരു എയർ ഡ്രോപ്പിൽ ജോയിൻ ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾ പ്രോപ്പറായിട്ട് ആക്റ്റീവ് ആവാൻ നോക്കുക. ഓക്കെ, ഒരു 1-2 ദിവസമൊക്കെ ഒന്ന് മിസ്സായാലും കുഴപ്പമില്ല. നിങ്ങൾ അടുപ്പിച്ച് 1 വീക്കും 2 വീക്കൊന്നും ആ പ്രൊജക്റ്റിൽ കയറാണ്ടിരിക്കരുത്. അങ്ങനെ കയറാണ്ടിരുന്ന് കഴിഞ്ഞാൽ നിങ്ങൾ മേ ബി എയർ ഡ്രോപ്പ് എലിജിബിലിറ്റി വരുമ്പോൾ നിങ്ങൾ അതിൽ ഇന്നെലിജിബിൾ ആയിട്ട് കാണിക്കും. പിന്നെ ആ പ്രൊജക്റ്റിൻ്റെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. കാരണം അവരെ പ്രൊജക്റ്റിൽ പ്രോപ്പറായിട്ട് വർക്ക് ചെയ്യുന്ന ആൾക്കാർക്ക് എയർ ഡ്രോപ്പ് കൊടുക്കുന്നുണ്ട്. നമ്മളതിൽ ആക്റ്റീവ് അല്ലാത്തത് കൊണ്ട് നമ്മളവർ റിജക്റ്റ് ചെയ്യും. ഓക്കെ, അത് നിങ്ങൾ മെയിനായിട്ട് നോക്കുക. അപ്പോൾ കുറേ പേര് ഇങ്ങനെ ഒരു കാര്യം പറഞ്ഞു, ഈ ഒരു എയർ ഡ്രോപ്പിൽ ഒന്നും കിട്ടില്ല എന്ന്. കിട്ടാത്തതിൻ്റെ റീസൺ ഇതൊക്കെ തന്നെയാണ്. ഓക്കെ, അപ്പോൾ അത് പ്രോപ്പറായിട്ട് നോക്കില്ലായിരുന്നു. അപ്പോൾ ഞാൻ ആദ്യം പറയാൻ പോകുന്ന പ്രൊജക്റ്റ് എന്ന് പറയുമ്പം, ആദ്യത്തെ പ്രൊജക്റ്റിൽ പ്രത്യേകിച്ച് നിങ്ങൾക്ക് ഡെയിലി ഒരു വർക്കും വരുന്നില്ല. ജസ്റ്റ് നിങ്ങൾ മൊബൈൽ നെറ്റ്വർക്ക് മാത്രം ഉണ്ടായാൽ മതി. അതായത് നെറ്റ് ഫോണിൽ ഓൺ ആണെങ്കിൽ നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് പോയിൻ്റ് കിട്ടും. ഡാറ്റ ഹൈവ് എന്ന് പറഞ്ഞ ഒരു പ്രൊജക്റ്റാണ്. എനിക്ക് തോന്നുന്നു ഇതിന് മുന്നേ ഞാൻ ഇതിൻ്റെ വീഡിയോ ചെയ്തിട്ടുണ്ടെന്ന് തോന്നുന്നു. ഓക്കെ, അറിയാത്ത കുറേ പേരുണ്ട്. 3.5 മില്യൺ ഫണ്ടിങ് വരുന്നുണ്ട്. അപ്പോൾ ഇതിൽ ഡെയിലി ആക്റ്റീവ് ആവേണ്ട ആവശ്യം ചോദിച്ചാൽ നിങ്ങൾ മസ്റ്റ് നെറ്റ്വർക്ക് ആ ദിവസം ഓൺ ആക്കിയിടാൻ നോക്കുക. ഓക്കെ, കണ്ടിന്യൂസ് ആയിട്ട് ഒരു 1-2 ദിവസം നിങ്ങൾ ഓഫ്ലൈനിൽ പോകാതിരിക്കുക. അതായത് നിങ്ങളുടെ ഫോണിൽ ആപ്പായിട്ടും വെബ്സൈറ്റായിട്ടും നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും. അതായത് എക്സ്റ്റൻഷൻ ഡൗൺലോഡ് ചെയ്ത് ചെയ്യാൻ പറ്റും. അപ്പോൾ നിങ്ങൾ ലിങ്ക് കോപ്പി ചെയ്യുക. ലിങ്ക് കോപ്പി ചെയ്തതിന് ശേഷം ഞാൻ റെക്കമെൻഡ് ചെയ്യുന്ന ഈ ഒരു ബ്രൗസറാണ്. നിങ്ങൾക്ക് ഈ ഒരു ബ്രൗസറിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. അവിടെ ചെക്ക് ചെയ്താൽ കിട്ടും. ഇത് യൂസ് ചെയ്യാം. പിന്നെ ഈ ഒരു ബ്രൗസർ നിങ്ങൾ ആദ്യമായിട്ടാണ് എയർ ഡ്രോപ്പ് ഒക്കെ ചെയ്യുന്നതെങ്കിൽ നിങ്ങൾക്ക് അറിയാമെന്ന് വിചാരിക്കുന്നു, മെറ്റാമാസ്കിൽ ഒരു അക്കൗണ്ട് വേണം. അപ്പോൾ മെറ്റാമാസ്കിൽ അക്കൗണ്ട് ഇല്ലെങ്കിൽ അതിലെങ്ങനെ അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യണമെന്ന് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ലിങ്ക് കൊടുക്കാം. ആ വീഡിയോ കണ്ടാൽ മതി. കണ്ടിട്ട് നിങ്ങൾ അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യുക. ഓക്കെ, ബ്രൗസറിൽ നിങ്ങൾ എന്ത് ചെയ്യുക, ലിങ്ക് പേസ്റ്റ് ചെയ്യുക. ജസ്റ്റ് കയറുക, നിങ്ങൾ സൈനപ്പ് ചെയ്യുക. നിങ്ങളുടെ ഡീറ്റെയിൽസ് എല്ലാം കൊടുത്തിട്ട്, അതായത് നിങ്ങൾക്ക് വാലറ്റ് കണക്ട് ചെയ്ത് ലോഗിൻ ചെയ്യാം, അല്ലെങ്കിൽ ഇമെയിൽ അഡ്രസ്സ് എടുത്തിട്ട് ലോഗിൻ ചെയ്യാം. നിങ്ങൾക്ക് ഇവിടെ തന്നെ കാണാൻ പറ്റും. നിങ്ങൾ ജസ്റ്റ് താഴെ സ്ക്രോൾ ചെയ്ത് ഇവിടെ 3 ഡോട്ട് ക്ലിക്ക് ചെയ്തിട്ട് റിക്വസ്റ്റ് ഡെസ്ക്ടോപ്പ് സൈറ്റ് ഓൺ ആക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ ഗൂഗിൾ പ്ലേ സ്റ്റോർ ഓപ്ഷൻ കാണാൻ പറ്റും. അത് ക്ലിക്ക് ചെയ്ത് നേരെ പ്ലേ സ്റ്റോറിൽ പോകും. നിങ്ങൾക്ക് ഒരു ആപ്ലിക്കേഷൻ അവൈലബിൾ ആണ് പ്ലേ സ്റ്റോറിൽ. അത് ഇൻസ്റ്റാൾ ചെയ്ത് വെക്കുന്നതാണ് കുറച്ചുകൂടി ബെറ്റർ. കാരണം ഇപ്പോൾ എൻ്റെ കണക്റ്റഡ് ആണ്, 1798 പോയിൻ്റ് ഉണ്ട്. ഓക്കെ, നിങ്ങൾ നെറ്റ്വർക്ക് ക്വാളിറ്റി 100% കാണിക്കുന്നുണ്ട്. ചിലപ്പോൾ അത് ലോക്കൗട്ട് ആയിപ്പോൾ ഇവിടെ ഡിസ്കണക്ട് ആയിരിക്കും ചിലപ്പോൾ കാണിക്കുക. അപ്പോൾ നിങ്ങൾ കയറി കണക്ട് കൊടുക്കുക. കണക്ട് ചെയ്ത് വീണ്ടും കണക്ട് ചെയ്യുക. അങ്ങനെ ചിലപ്പോൾ ഡിസ്കണക്ട് ആവും. ഓക്കെ, നെറ്റ് ഓഫ് ആണെങ്കിൽ നിങ്ങൾക്ക് ഇതിൽ റിവാർഡ് പോയിൻ്റ് ആഡ് ആവില്ല. നെറ്റ് ഓൺ ആണെങ്കിൽ മാത്രമേ റിവാർഡ് ആഡ് ആവുള്ളൂ, പോയിൻ്റ് ആഡ് ആവുള്ളൂ. ഓക്കെ, നിങ്ങൾക്ക് ഇമെയിൽ വെച്ചിട്ടും വാലറ്റ് വെച്ചിട്ടും സൈനപ്പ് ചെയ്യാം. ഓക്കെ, അപ്പോൾ അതന്നെ ഉള്ളൂ. പ്രത്യേകിച്ച് ഞാൻ പറഞ്ഞ ഒരു വർക്കുമില്ല, ടാസ്ക് ഒന്നും ചെയ്യാനില്ല. ജസ്റ്റ് കയറിയിട്ട് നിങ്ങളുടെ നെറ്റ്വർക്ക് കണക്ട് ചെയ്തിട്ട് പോയിൻ്റ് കിട്ടും. ഫ്യൂച്ചറിൽ ഈ പോയിൻ്റ് കൺവേർട്ട് ചെയ്തിട്ട് നിങ്ങൾക്ക് ഇവരെ ഒഫീഷ്യൽ ടോക്കണോ മറ്റെന്തെങ്കിലും റിവാർഡ് ഇവർ പ്രൊവൈഡ് ചെയ്യും. ഓക്കെ, അതാണ് സിമ്പിൾ വർക്കാണ്, സിമ്പിൾ പ്രൊജക്റ്റാണ്. ആരും മിസ് ചെയ്യേണ്ട. ലിങ്കും ഡീറ്റെയിൽസും ഡിസ്ക്രിപ്ഷൻ ബോക്സ് കൊടുത്തിട്ട് ചെക്ക് ചെയ്തൊക്കെ എല്ലാവരും. ഓക്കെ, ബാക്കി ഇതിൻ്റെ എല്ലാ അപ്ഡേറ്റും നിങ്ങൾക്ക് ടെലഗ്രാം ചാനൽ പ്രോപ്പറായിട്ട് ഷെയർ ചെയ്യുന്നതായിരിക്കും. അവിടെ അപ്ഡേറ്റ് കിട്ടും. ഓക്കെ, രണ്ടാമത്തെ പ്രൊജക്റ്റിനെ കുറിച്ച് പറയുകയാണെങ്കിൽ, ഞാൻ ഓൾറെഡി കഴിഞ്ഞ വീക്ക് നമ്മുടെ ബേസ് എന്ന് പറഞ്ഞ ബേസിൻ്റെ ഒഫീഷ്യൽ ആപ്പ്, ഓക്കെ, അവർ എയർ ഡ്രോപ്പ് ഷെയർ ആക്കിയായിരുന്നു. അവരൊരു ഹോളിഡേ റിവാർഡ് എന്ന് പറഞ്ഞിട്ട് ഞാൻ വീഡിയോ ഇട്ടായിരുന്നു. ഒരു $50 മുതൽ $500 ഏൺ ചെയ്യാൻ വേണ്ടി. ഓക്കെ, അപ്പോൾ അതിൽ നിങ്ങൾക്ക് മിനിമം ഒരു $15 എങ്കിലും നിങ്ങൾ എയർ ഡ്രോപ്പ് ചെയ്ത ആൾക്കാർക്ക് മിനിമം ഒരു $15 എങ്കിലും കിട്ടിയിട്ടുണ്ടാവും. ഇത് കാണാൻ പറ്റും. പേയ്മെൻറ്റ് റിസീവ് ആയ പ്രൂഫാണ് കാണിക്കുന്നത്. ഇതാണ് പ്രൂഫ്. ഓക്കെ, $15 റിസീവ് ആയ പ്രൂഫ്. ഇത് എനിക്ക് കിട്ടിയ പ്രൂഫാണ്. എനിക്ക് $15 കിട്ടിയത്. ഓക്കെ, ഞാൻ മൾട്ടിപ്പിൾ അക്കൗണ്ട് ട്രൈ ചെയ്തായിരുന്നു. അപ്പം എനിക്ക് ഒരു $15 കിട്ടാൻ കാരണം ഞാൻ പറഞ്ഞു, ആ വീഡിയോ തന്നെ പറയുന്നുണ്ട്, നിങ്ങളൊരു ചെറിയ എമൗണ്ട് അതിൽ ഹോൾഡ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരു എമൗണ്ട് ചെറിയൊരു ഷെയർ വിൻ ചെയ്യാൻ പറ്റുമെന്ന്. ഓക്കെ, അപ്പോൾ അതേപോലെ കിട്ടി. അപ്പോൾ ഇതിലിപ്പോഴും എയർ ഡ്രോപ്പ് റൺ ആവുന്നുണ്ട്. അതെങ്ങനെയൊക്കെ ചെയ്യാൻ നോക്കാം. ഓക്കെ, നിങ്ങൾ ഈ ഒരു മെയിൻ വീഡിയോ കണ്ടില്ല, മസ്റ്റാർഡ് മെയിൻ വീഡിയോ കാണാൻ നോക്കുക. വീഡിയോ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം, ചെക്ക് ചെയ്ത് നോക്കുക. ഓക്കെ, അല്ലെങ്കിൽ ഞാനൊരു ഇവൻറ്റ് ഈ ഒരു ഇവൻറ്റ് ഓൾറെഡി എൻഡ് ആയിട്ടുണ്ട്.
സോ നിങ്ങൾക്ക് സൈനപ്പ് ലിങ്ക് ഞാൻ അവിടെ കൊടുക്കുന്നുണ്ട്. ഈ 2 മില്യൺ റിവാർഡ് ഇപ്പോൾ നിലവിൽ എൻഡ് ആയിട്ടുണ്ട്. പക്ഷേ ഇപ്പോൾ പുതിയൊരു എയർ ഡ്രോപ്പ് റൺ ആവുന്നുണ്ട്. ഓക്കെ, അപ്പോൾ അതങ്ങനെ അറ്റൻഡ് ചെയ്യാൻ നോക്കാം. അപ്പോൾ എല്ലാ ലിങ്കും ഞാൻ അവിടെ പ്രൊവൈഡ് ചെയ്യാം. ഫസ്റ്റ് നിങ്ങൾ സൈനപ്പ് ചെയ്യണം. ഇതാണ് ലിങ്ക്, ഇത് ക്ലിക്ക് ചെയ്ത് നിങ്ങൾ സൈനപ്പ് ചെയ്യുക. ഓക്കെ, സോ ഇതാണ് ബേസ് ആപ്പ്. സൈനപ്പ് ചെയ്യാൻ അറിയില്ലെങ്കിൽ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഒരു വീഡിയോ ലിങ്ക് കൊടുക്കാം. ആ വീഡിയോ കണ്ടാൽ മതി. ഓക്കെ, ആ വീഡിയോ കാണാനാണ് നിങ്ങൾക്ക് മനസ്സിലാവും അങ്ങനെ സൈനപ്പ് ചെയ്യണമെന്ന്. സോ വീഡിയോ ലിങ്ക് ഞാൻ താഴെ കൊടുക്കുന്നുണ്ട്, നിങ്ങൾക്ക് ചെക്ക് ചെയ്യാൻ പറ്റും. നിങ്ങൾ അക്കൗണ്ട് ഫസ്റ്റ് സൈനപ്പ് ചെയ്യുക. ഓക്കെ, ഫസ്റ്റ് വീഡിയോ കണ്ടിട്ട് സൈനപ്പ് ചെയ്യുക. അതിനുശേഷം നിങ്ങൾ സൈനപ്പ് ആക്കിയതിന് ശേഷം ഫോളോ എന്നൊരു ഓപ്ഷൻ കാണാൻ പറ്റും, അത് ക്ലിക്ക് ചെയ്യുക. ഫോളോ ക്ലിക്ക് ചെയ്ത് കൊടുത്താൽ നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ ഇവിടെ ഫോളോ ഓപ്ഷൻ വരും, നിങ്ങൾ ഫോളോ ചെയ്യുക. ഫോളോ ചെയ്ത് ഞാൻ തിരിച്ച് ഫോളോ ചെയ്യും. പിന്നെ നിങ്ങൾ ചെയ്യുന്നത് എൻ്റെ ഫോളോവിങ് ലിസ്റ്റ് എടുക്കുക. ഇവിടെ നിങ്ങൾക്ക് ഫോളോവിങ് എന്നൊരു ഓപ്ഷൻ കാണാൻ പറ്റും. ഓക്കെ, സോ ഇത് ക്ലിക്ക് ചെയ്തിട്ട് അവിടെ കാണാൻ എല്ലാവരും നിങ്ങൾ അങ്ങോട്ട് ഫോളോ ചെയ്യുക. അങ്ങനെ ഫോളോവേഴ്സ് കിട്ടുന്ന ആൾക്കാർ തിരിച്ച് ഫോളോ ചെയ്യുക. അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും നിങ്ങൾ എന്ത് ചെയ്യുക, ഫോളോവേഴ്സ് ഉണ്ടാക്കുക. ഓക്കെ, സോ ഇതിൽ ഫോളോവേഴ്സ് ഇമ്പോർട്ടൻ്റ് ആണെന്ന് വെച്ചാൽ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ നിങ്ങൾക്ക് ഇതിൽ രണ്ട് രീതിക്ക് ഏൺ ചെയ്യാം. ഒന്ന് ഞാൻ പറഞ്ഞു, പോസ്റ്റ് ചെയ്തിട്ട് ഏൺ ചെയ്യാൻ പറ്റും. അതൊക്കെ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് ഈ ഒരു വീഡിയോയിൽ പറയുന്നുണ്ട്. അതായത് ഞാൻ ഇവിടെ കൊടുത്ത വീഡിയോയിൽ കൃത്യമായിട്ട് എല്ലാ ഡീറ്റെയിൽസും പറയുന്നുണ്ട്. താഴെ കൊടുത്ത വീഡിയോ ലിങ്ക് ക്ലിക്ക് ചെയ്ത് വീഡിയോ കാണുക ഫസ്റ്റ്. അപ്പോൾ അതിൽ പറയുന്നുണ്ട് അങ്ങനെ പോസ്റ്റ് ചെയ്ത് ഡെയിലി ട്വിറ്ററിലൊക്കെ പോസ്റ്റ് ചെയ്യുന്നതാണ് പോസ്റ്റ് ചെയ്ത് ഏൺ ചെയ്യാൻ പറ്റും. അതങ്ങനെ അതിൽ പറയുന്നുണ്ട്. ഓക്കെ, ഇപ്പോൾ മറ്റൊരു ഏണിംഗ് ഓപ്ഷൻ ഇപ്പോൾ അവൈലബിൾ ആണ്, ഞാൻ കാണിച്ചുതരാം. അതായത് കിക്ക് ഓഫ് എന്ന് പറഞ്ഞിട്ടൊരു എയർ ഡ്രോപ്പ് റൺ ആവുന്നുണ്ട്. സോ ഇതിൽ എങ്ങനെ പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ നോക്കാം. ഇത് സിമ്പിളാണ്. ഫസ്റ്റ് കണക്ട് വാലറ്റ് കൊടുക്കുക. പക്ഷേ നിങ്ങളുടെ വാലറ്റ് കണക്ട് ചെയ്യുക. നിങ്ങളുടെ ബേസ് വാലറ്റ് തന്നെ കണക്ട് ചെയ്യണം. അതിനുശേഷം ഇവിടെ കാണാൻ പറ്റും ടാസ്ക് ഓപ്ഷനിൽ പോവുക. ടാസ്ക് ഓപ്ഷനിൽ പോയി കഴിഞ്ഞാൽ ഫസ്റ്റ് നിങ്ങൾക്ക് ഒരു 4 ടാസ്ക് ഉണ്ടാവും, അത് കംപ്ലീറ്റ് ചെയ്യണം. ഫസ്റ്റ് നിങ്ങൾ ട്വിറ്റർ ലിങ്ക് ചെയ്യണം, ഇമെയിൽ ലിങ്ക് ചെയ്യണം, വാലറ്റ് ലിങ്ക് ചെയ്യണം. വാലറ്റ് മീൻസ് നമ്മളെ ബേസ് വാലറ്റ്. ഓക്കെ, അത് ലിങ്ക് ചെയ്യുക. പിന്നെ നിങ്ങളെ സ്കോർ കാണിക്കും. ഓക്കെ, സോ നിങ്ങൾ ഈ ഒരു എയർ ഡ്രോപ്പിൽ എലിജിബിൾ ആണോ, അതായത് മുന്നോട്ടുള്ള ടാസ്ക് ചെയ്യാൻ എലിജിബിൾ ആണെന്ന് ചെക്ക് ചെയ്യാൻ പറയും. ചെക്ക് ചെയ്യുക, അത് എലിജിബിൾ ആണോ മാത്രം ബാക്കി ചെയ്താൽ മതി. അപ്പോൾ നിങ്ങൾക്ക് ടാസ്ക് കാണാൻ പറ്റും, കണക്ട് വാലറ്റ് പെൻഡിങ് ആണ്. ഓക്കെ, സോ ബാക്കി താഴോട്ട് സ്ക്രോൾ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഓരോ ടാസ്ക്. ഓക്കെ, ഇവിടെ കാണുന്ന എല്ലാ ടാസ്ക്കും കംപ്ലീറ്റ് ചെയ്യുക. പ്രൊജക്റ്റ് ടാസ്ക് ഉണ്ട്, അവിടെ ക്ലിക്ക് ചെയ്താൽ നിങ്ങൾക്ക് ടാസ്ക് എല്ലാം കാണും, എല്ലാം നിങ്ങൾ കംപ്ലീറ്റ് ചെയ്യുക. ഓക്കെ, സോ ഇവിടെ ഇപ്പോൾ പെൻഡിങ് ആണ്, വാലറ്റ് കണക്ട് പെൻഡിങ് ആണ് കാണിക്കുന്നത്. സോ വെയിറ്റ് ചെയ്യുക അത് കംപ്ലീറ്റ് ആവുന്നത്. സോ അത് കംപ്ലീറ്റ് ആയതിനു ശേഷം നിങ്ങൾക്ക് താഴെ ഓരോ പ്രൊജക്റ്റ് ഉണ്ടാവും. ആ പ്രൊജക്റ്റ് നിങ്ങൾ എന്ത് ചെയ്യുക, ക്ലിക്ക് ചെയ്തിട്ട് വിസിറ്റ് പ്രൊജക്റ്റ് ക്ലിക്ക് ചെയ്യുക, കണ്ടിന്യൂ എടുക്കുക. അവിടെ പറയുന്ന കാര്യങ്ങൾ നിങ്ങൾ എന്ത് ചെയ്യുക, പ്രോപ്പറായിട്ട് ഫോളോ ചെയ്യുക. സോ പ്രൊജക്റ്റ് വിസിറ്റ് ചെയ്തപ്പോൾ എനിക്കൊരു 35 പോയിൻറ്റ് കിട്ടി. സോ അങ്ങനെ എല്ലാ പ്രൊജക്റ്റും നിങ്ങൾ വിസിറ്റ് ചെയ്യുക ഫസ്റ്റ്. ഓക്കെ, ഫസ്റ്റ് ഓഫ് ഓൾ എല്ലാ പ്രൊജക്റ്റും പ്രോപ്പറായിട്ട് വിസിറ്റ് ചെയ്യുക. പിന്നെ വാലറ്റ് കണക്ട് ചെയ്യണം. ആക്റ്റീവ് ഏജൻറ്റ് ഇതിപ്പോൾ പെൻഡിങ് ആണ്. ഈ വിസിറ്റ് എന്നുള്ള കാര്യം മാത്രം നിങ്ങൾ ജസ്റ്റ് ആദ്യം ചെയ്ത് വെക്കുക. അപ്പോൾ ജസ്റ്റ് പ്രൊജക്റ്റ് വിസിറ്റ് ചെയ്യുമ്പോൾ 35 പോയിൻറ്റ് അതിന് കിട്ടും. സോ ക്ലിക്ക് ചെയ്ത് ബാക്ക് അടിച്ചാൽ മതി, ജസ്റ്റ് ഒന്ന് വെയിറ്റ് ചെയ്യുക. പിന്നെ ഇവിടെ വാലറ്റ് കണക്ട് ചെയ്യുന്ന ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്ത് കൊടുത്തിട്ട് നിങ്ങൾക്ക് ബേസ് വാലറ്റ് ഓക്കെ ഇപ്പോൾ കണക്ട് ആയിട്ടുണ്ട്. ഓക്കെ, സോ അങ്ങനെ ഓരോ ടാസ്ക് നോക്കുക. ഓക്കെ, ഇപ്പോൾ 35 പോയിൻറ്റ് കിട്ടിയിട്ടുണ്ട്. അങ്ങനെ ഇതിലുള്ള എല്ലാ പ്രൊജക്റ്റും ഫസ്റ്റ് വിസിറ്റ് ചെയ്യുക. അതിനുശേഷം ബാക്കിയുള്ള ടാസ്ക് വാലറ്റ് കണക്ട് ചെയ്യുക. അവർ പറയുന്ന ബാക്കിയെല്ലാ ഇതിലിപ്പോൾ ഈ പ്രൊജക്റ്റിൽ കംപ്ലീറ്റ് പ്രൊഫൈൽ പറയുന്നത് പ്രൊഫൈൽ കംപ്ലീറ്റ് ചെയ്യുക. ക്രിയേറ്റ് പോർട്ട്ഫോളിയോ പറയുന്നത് പോർട്ട്ഫോളിയോ ക്രിയേറ്റ് ചെയ്യുക. അങ്ങനെ ഓരോ പ്രൊജക്റ്റിലും അവർ പ്രൊവൈഡ് ചെയ്യുന്ന ഡീറ്റെയിൽസ് കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ടോട്ടൽ ഏകദേശം 2000 1500-2000 പോയിൻറ്റ് കിട്ടും. മുകളിൽ കാണാൻ പറ്റും 600 പോയിൻ്റാണ് കാണിക്കുന്നത്. 2000 സംതിങ് പോയിൻറ്റ് എല്ലാ ടാസ്ക്കും ചെയ്യുമ്പോൾ കിട്ടും. പുതിയ ടാസ്ക് വരും, അതും കൂടെ കംപ്ലീറ്റ് ചെയ്യുക. ഞാൻ വരുമ്പോൾ അപ്ഡേറ്റ് ചെയ്യാം ടെലഗ്രാമിൽ. ഓക്കെ, അപ്പോൾ ഈ പോയിൻറ്റ് കൺവേർട്ട് ചെയ്ത് നിങ്ങൾക്കൊരു റിവാർഡ് തരും. ഇതിൽ റെഫർ ഓപ്ഷൻ ഇല്ല. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് റെഫർ ചെയ്താൽ മാത്രമേ കൂടുതൽ റിവാർഡ് കിട്ടും, അങ്ങനെ ഒരു സംഭവമില്ല. അപ്പോൾ നിങ്ങൾക്ക് കൺസിസ്റ്റൻ്റ് ആയിട്ട് വർക്ക് ചെയ്യാൻ പറ്റുമെങ്കിൽ തീർച്ചയായിട്ടും കയറി വെക്കുക, പോയിൻ്റ് കളക്ട് ചെയ്യുക. നിങ്ങൾക്ക് ഇന്ന് എല്ലാവർക്കും റിവാർഡ് കിട്ടിയ പോലെ ഒരു എമൗണ്ട് ഒരു $10, $20, $30 ഈ ഒരു പ്രൊജക്റ്റിന് എക്സ്പെക്ട് ചെയ്യാം. ഓക്കെ, അത് ഫ്രീ ആയിട്ടാണ്, ഇൻവെസ്റ്റ്മെൻറ്റ് ഇല്ല, റെഫറും ഇല്ല. ഓക്കെ, സോ ചെയ്ത് നോക്കുക. എന്തായാലും സിമ്പിളാണ്. എല്ലാ ഡീറ്റെയിൽസും ടെലഗ്രാമിൽ കൊടുത്തിട്ടുണ്ട്. ഈ ഒരു കിക്ക് ഓഫ് എന്ന് പറഞ്ഞ ലിങ്ക് ഞാൻ ടെലഗ്രാമിൽ പ്രൊവൈഡ് ചെയ്യാം, നിങ്ങൾക്ക് അവിടെ നിന്ന് എടുക്കാൻ പറ്റും. ഓക്കെ, സോ അത്രേ ഉള്ളൂ. അപ്പം ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ബൈ ഫ്രണ്ട്സ്.